ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഇളമ്പക്ക വെച്ചിട്ടുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് റെസിപ്പിയിൽ കിടക്കാം. 1/2 കിലോ ഇളമ്പക്കയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളമ്പക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇളമ്പക്ക ഓൾമോസ്റ്റ് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടുക, ഇതുപോലെ കിട്ടണം. ഇനി നമുക്ക് ഈ ഇളമ്പക്ക മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് മസാല ആക്കി എടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പട്ടയും ഏലക്കായും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 മുറി സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മസാലയും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം സൈസ് 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് തക്കാളി സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് നമ്മളെ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത ഇളമ്പക്കയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട ഏലക്കായ് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാളയും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് മൊരിയുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കണം. റൈസ് ഇങ്ങനെ നല്ല വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി അടച്ചു കൊടുക്കാം. നമ്മളെ റൈസ് നല്ല വിട്ട് നല്ല വെന്ത് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കാം. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മുഴുവനായിട്ടും അതിലിട്ട് കൊടുക്കാം. ഇനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് നല്ലോണം സെറ്റാക്കി ഒന്ന് അതിൻ്റെ അകത്ത് ഗരം മസാലയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ചോറൊക്കെ ദമ്മായി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തത് ഒരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.